ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വാവ്, ലുക്ക് അറ്റ് ദിസ് വ്യൂ. ഈ ഒരു ഗോൾഡൻ മസ്റ്റാർഡ് ഫീൽഡ്സ് കാണുമ്പോൾ ഇറ്റ്സ് ഫീൽസ് ലൈക്ക് എ ഡ്രീം. ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ടുഡേയ്സ് ജേർണി. ടുഡേയ്സ് പ്ലാൻ ഇസ് സിമ്പിൾ ബട്ട് വെരി സ്പെഷ്യൽ. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു വിസിറ്റ് എ ബ്യൂട്ടിഫുൾ ചർച്ച്, ദെൻ എ ഹിസ്റ്റോറിക് കാസൽ. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഓൾ സെയിൻറ്റ് ചർച്ചിൽ എത്തിയിട്ടോ. ഇത് ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഈ ചർച്ചിൻ്റെ ഒരു ആർക്കിടെക്ചർ അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഐ ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് സിമ്പിൾ ആൻഡ് എലഗൻറ്റ്. ഇതാണ് ഇംഗ്ലണ്ടിലെ വെസ്റ്റ് യോർക്ക്ഷയറിലെ പോണ്ടിഫ്രാക്റ്റിലുള്ള ഓൾ സെയിൻറ്റ് ചർച്ച്. കുറേ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ചർച്ചാണിത്. അതായത് ചില പ്ലേസുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ സംടൈംസ് ആ പ്ലേസ് ലൈക്ക് ഗിവ് യു എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എനർജി. അതുപോലൊരു പ്ലേസാണിത് കേട്ടോ, ഭയങ്കര കാം പീസ്ഫുൾ ആയിട്ടുള്ളത്. ഈ ചർച്ചിൻ്റെ ഒരു ഒറിജിനൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 2 സ്ട്രക്ചേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ചർച്ചാണിത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ ചർച്ച് സിവിൽ വാർ, ഇംഗ്ലീഷ് സിവിൽ വാറിൻ്റെ സമയത്ത് കുറേയധികം ഡാമേജുകൾ സംഭവിച്ച് അതിൻ്റെ ഒരു 3/4 ഭാഗവും നശിച്ചു പോയിരുന്നു. ബട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്മോളർ ഇന്നർ ചർച്ച് എന്ന രീതിയിൽ പുതിയൊരു ചർച്ച് അവർ കൺസ്ട്രക്ട് ചെയ്തു. പക്ഷേ ആ പഴയ ഒരു ചർച്ചിൻ്റെ പ്രൗഢിയും ആ ബാക്കി വന്ന കുറേ ഭാഗങ്ങളെല്ലാം ഇപ്പോഴും പ്രിസർവ് ചെയ്തിട്ട് അവരൊരു പുതിയ ചർച്ച് അതിനകത്ത് പണിതു. ദാറ്റ്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ചർച്ച്. 1965 ഇപ്പോൾ കാണുന്ന അതിനകത്തുള്ള ഒരു സ്മോളർ ചർച്ച് പണി തീർത്തത്. ഇതൊരു ആംഗ്ലിക്കൻ ചർച്ചാണ്. അതുപോലെ തന്നെ നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചർച്ചാണ്. ഇപ്പോഴും ഇവിടെ ആരാധനകൾക്കായിട്ടും അതുപോലെ തന്നെ സർവീസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഈ പള്ളി ഓപ്പൺ അല്ല, ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രമേ അവരത് ഓപ്പൺ ചെയ്ത് വെക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് കാലക്രമേണ പള്ളിയിൽ നവീകരണങ്ങൾ നടന്നെങ്കിലും ഇതിൻ്റെ ഒരു പാരമ്പര്യ ശില്പശൈലി അവരെന്നും നിലനിർത്തി പോകുന്നതാണ്. ദാറ്റ്സ് ദ ബ്യൂട്ടിഫുൾ തിങ് അബൌട്ട് ദ ചർച്ച്. അങ്ങനെ നമ്മൾ ചർച്ചും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടതേ പുറത്തോട്ട് ഇറങ്ങി. ഇനിയാണ് നമ്മുടെ മെയിൻ പ്ലേസിലോട്ട് പോകുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഈ ഒരു ബിഗ് വാളിനപ്പുറത്ത് ഇംഗ്ലണ്ടിലെ തന്നെ വലിയൊരു കാസിൽ, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു കാസിൽ, ആ കാസിൽ തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. ദിസ് ഈസ് ദ പോണ്ടിഫ്രാക്റ്റ് കാസിൽ. അങ്ങനെ നമ്മൾ കാസിൽ കാണാൻ വന്നു. ഇതൊരു ഓഫീസ് റൂമാണ്. നമുക്ക് ചെറിയ ലീഫ്ലെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും കാസലിനെ കുറിച്ച്. UK ഇപ്പോൾ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഫ്ലവേഴ്സ് കാണാൻ പറ്റും. ദിസ് കാസൽ ഇസ് ഫ്രം ദ 11th century. അതായത് ഒരു 100s of years ഓൾഡ് ആയിട്ടുള്ളൊരു കാസലാണ്. പക്ഷെ ഇന്ന് നമുക്കതിൻ്റെ മുഴുവൻ രൂപം കാണാൻ പറ്റില്ല. കുറേ ഭാഗങ്ങളൊക്കെ നശിച്ചു പോയി. ബാക്കിയുള്ള റൂനീഡ് കാസലാണ് ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു ലീഫ്ലെറ്റ് തരും. ഓരോ സൈഡിലും ഓരോ ഭാഗങ്ങളും എന്താണെന്ന് കൃത്യമായിട്ട് അവർ ആ ലീഫ്ലെറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് പോകാവുന്നതാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കാസൽ. ഇതിനകത്ത് പണ്ട് ഒരിക്കൽ ശക്തമായ രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും അതുപോലെ തന്നെ കുറേയധികം കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായൊരു കോട്ടയായിരുന്നു ഇത്. ഇംഗ്ലീഷ് സിവിൽ വാറൊക്കെ നടന്ന സമയത്ത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു റോൾ പ്ലേ ചെയ്തിരുന്ന ഒരു കാസലും കൂടിയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു വാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ 17ാം നൂറ്റാണ്ടിൽ പാർലമെൻറ്റ് തന്നെ ഇടപെട്ടിട്ട് ഈ കാസിൽ അറ്റാക്ക് ചെയ്ത് ഓരോ സ്റ്റോൺ ബൈ സ്റ്റോൺ അതിനെ ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് കഥ. ഐ നോ ഇറ്റ് ഈസ് സോ സാഡ്. ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള പ്ലേസ് സഡൻലി ഒന്നും അല്ലാണ്ടായി മാറുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ബട്ട് ദ സ്റ്റോറി ഡസ് നോട്ട് എൻഡ് ദെയർ. അവിടുത്തെ ഒരു കാഴ്ചയും അവിടുത്തെ ഒരു നമുക്ക് തന്നെ ഒരു നല്ലൊരു ഫീലായിരുന്നു ആ കാസലിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ. ആൻഡ് ദ നേച്ചർ ഈസ് ലൈക്ക് വണ്ടർഫുൾ. ഇന്നിതിൻ്റെ ഒരു റൂയിൻ സൈഡ് മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബട്ട് ഇറ്റ്സ് ഫീൽസ് ലൈക്ക് സ്റ്റെപ്പിംഗ് ബാക്ക് ഇൻ ടൈം. നമുക്കിവിടെ വരുമ്പോൾ അങ്ങനെ ഒന്ന് ഫീൽ ചെയ്യും. UK ഇപ്പോൾ സ്പ്രിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറി ബ്ലോസവും അതുപോലെ തന്നെ നിറയെ ഫ്ലവേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് സണ്ണൊക്കെ വരുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഭയങ്കര രസമായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് പൈപ്പർ ടവർ എന്ന് പറയുന്ന ടവർ. ഒരു 1400 വെടിയുണ്ടകളെ എതിർത്ത് നിന്ന ഒരു ടവറാണത്. നമുക്ക് ആ ടവറിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു
വാളിൽ നമുക്ക് കാണാൻ പറ്റും ആ വെടിയുണ്ടകൾ തീർത്ത ഹോൾസൊക്കെ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണെങ്കിൽ പോലും ബട്ട് ദിസ് പ്ലേസ് ഹാസ് എ ഡാർക്ക് സൈഡ് ടു. ആ ഡാർക്ക് സൈഡ് എന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഈ ഒരു കാസിൽ ഒറിജിനലി വുഡൻ മോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ബെയ്ലി കാസിലായിരുന്നു ഇത് ഫുൾ വുഡനിൽ നിർമ്മിച്ചിരുന്നത്. പിന്നീട് റീബിൽഡ് ചെയ്യുമ്പോൾ മൊത്തം സ്റ്റോൺസ് ആണ് അവർ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ തിക്ക് വാൾസ് ആൻഡ് അണ്ടർഗ്രൗണ്ട് ഡഞ്ചൻസ് അതൊക്കെ ഈ കാസലിനകത്തുണ്ട്. ഇന്നിപ്പോൾ കാസിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ചിൽഡ്രൻസിനും കൂടിയിട്ട് ഒരു ബെസ്റ്റ് പ്ലേസ് എന്ന രീതിയിൽ കുറേ അധികം തിങ്സ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ സ്മോൾ തിങ്സ് ഓരോ പ്ലേസിലും നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ട് ഹിസ്റ്ററി ഓൾവേസ് ഹാസ് എ ഡാർക്ക് ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1327 കിങ് എഡ്വേർഡ് സെക്കൻഡ് ഇൻ പ്രസൻറ്റ് ഹിയർ. പിന്നീട് അദ്ദേഹം വളരെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മരിക്കുകയുണ്ടായി. മെനി ബിലീവ്സ് ഹി വാസ് മർഡേർഡ് ഇൻസൈഡ് ദ കാസിൽ. ഇതാണ് മറ്റൊരു ഡാർക്ക് സീക്രട്ട്. ആൻഡ് പൊളിറ്റിക്കൽ ബിട്രയൽ ഉണ്ടാവുമല്ലോ എല്ലാ കാസിലുകളിലും, അതുപോലെ ഒന്നാണെന്നാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത്. ഇവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. വി ക്യാൻ സിറ്റ് ഹിയർ ആൻഡ് വാച്ച് ദ ബ്യൂട്ടിഫുൾ ഏരിയ. ലെറ്റ് മീ സിറ്റ് ഹിയർ. I'll just sit here and I can see this view. ഇതാണ് ബ്രൂ ഹൗസ് കസോയിൻ ടവർ. ഇവിടെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണും ബേക്ക് ഹൗസും ആൻഡ് ബ്രൂ ഹൗസും ഒക്കെ ഉണ്ടായിരുന്നൊരു പ്ലേസാണിത്. ബൈ ദ ടൈം ഓഫ് ഹെൻറി എട്ടാമൻ്റെ കാലത്ത് അദ്ദേഹം ഇത് വിസിറ്റ് ചെയ്യുമ്പോൾ ഹാംപ്ടൺ കോർട്ട് പാലസിൻ്റെ അടുക്കളയോളം വലുപ്പം ഉണ്ടായിരുന്നു. അത്രയും ബിഗ് ആയിരുന്നെന്നാണ് പറയുന്നത്. മൊത്തം സ്റ്റോണുകൾ കൊണ്ടാട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1000-ലധികം ആളുകളെ ഫീഡ് ചെയ്യിപ്പിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അത്രയധികം ഒരു വലിയ കിച്ചണായിരുന്നു ഇത്. ഈ ഒരു കാസലിൻ്റെ മധ്യകാലത്ത്, അതായത് ഈ കാസലിൻ്റെ ഒരു പ്രതാപകാലത്ത് 1000 ആളുകൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരുന്ന ഒരു പ്ലേസ് ആയിരുന്നു ഇത്. അതുപോലെ തന്നെ ഒരു ഈവൻ എ ക്വയറ്റ് ഡേ അറൗണ്ട് 200 gallon എയിൽ എന്ന് പറയുന്ന ഒരു തരം ആൽക്കഹോളാണ്. അത് അത്രയധികം ഇവിടെ കുടിച്ചിരുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാസൽ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും ശക്തമായ ഉൾനാടൻ സൈനിക താവളങ്ങളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കോട്ടയുടെ മതിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ളതും ഉയർന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോട്ടയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ആ കാലത്ത്. The message plays. Please select another position on the dial. Please turn me till the message plays. ഇതൊരു റേഡിയോ പോലെ, എനിക്കറിയില്ല അതിനെന്താ പറയാന്ന്. ഇവിടെ ഒരു 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആ ഓപ്ഷനിലേക്ക് നമ്മൾ ആ ബട്ടൺ തിരിച്ച് കഴിഞ്ഞിട്ട് ഇത് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്മോൾ സ്റ്റോറി പോലെ അവരത് പറയുന്നുണ്ട്. To the king's health. The low stone walls to the left of the sallyport were hurriedly built when the Piper Tower was destroyed in January 1644. We know from the diary of Nathan Drake, member of the castle's garrison during the first 2 sieges of the Civil Wars. കുട്ടികൾക്കായിട്ടുള്ള കുറേ ഇൻട്രാക്റ്റിംഗ് സെക്ഷനുകൾ അവരോട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ അധികം ആളുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കുള്ളൊരു ചെറിയൊരു സെക്ഷനാണിത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡ്രാഗൺസ് വെച്ചുണ്ടാക്കുന്ന കേക്കാന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ലോങ് സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ പോകുന്നത് സാലി പോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. അത് ഈ കാസലിൻ്റെ ഒരു എമർജൻസി എക്സിറ്റ് ആണ്. ആൻഡ് ദി ഓൺലി പാർട്ട് ഓഫ് ദ കാസൽ വാൾ ടു കൊളാപ്സ് ഡ്യൂറിങ് ദ സിവിൽ വാർ ടൈം. ഇവിടെ നിന്നാൽ നമുക്ക് ഈ ഒരു പോണ്ടിഫ്രാക്ട് സിറ്റിയുടെ ഒരു ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു കാസലിൻ്റെ ഒരു മുഴുവൻ സൈഡും നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് പോണ്ടിഫ്രാക്ട് സിറ്റിയുടെ ഒരു ഭാഗമാണ്.
ദ മോസ്റ്റ് ടെറിഫൈങ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രേ ലേഡി, ഒരു ഫീമെയിൽ സ്പിരിറ്റ് ഈ കാസലിലുണ്ടെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഷീ വാസ് ഡൈഡ് ഇൻ ട്രാജിക്കലി. രാജാവിൻ്റെയൊക്കെ ഭരണകാലത്ത് കൊല്ലപ്പെട്ട ഒരു ലേഡി. ആൻഡ് ഇവിടുത്തെ ആളുകൾ കുറച്ച് പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷീ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ ജസ്റ്റിസ് ഓർ എ റിവെഞ്ച്. സ്പ്രിംഗ് ടൈം ആയതുകൊണ്ട് കുറച്ചൊക്കെ വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ആളുകൾ ഒരു ചെറിയ പിക്നിക് ഏരിയ പോലെ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. So if you ever walk through a castle or any place, listen carefully because the past might be listening to you. വേറൊരു എക്സൈറ്റിംഗ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡഞ്ചൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, അതിന് നമ്മൾ ഓൾറെഡി ബുക്കിംഗ് ചെയ്യണം. അത് എല്ലാ ദിവസവും അവൈലബിൾ അല്ല, ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡഞ്ചൻ ടൂർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര സണ്ണി ഡേ ആയിട്ടാണ്. ഇവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. ടിക്-ടാക്ടോ. I don't know how to play ടിക്-ടാക്ടോ. കളിക്ക്. അവിടെ ഇരുന്ന് കളിക്കാം അതിനകത്ത്. I don't know how to play. You have to try it. നല്ല വെക്കുന്നു. Okay. Okay. 9 men's Morris. Can you show this? Can you find it? ഈ ഒരു പ്ലേസ് കിങ് സീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ആയിരിക്കണം കിങ് സിറ്റ് ചെയ്തിരുന്നത്, അതുകൊണ്ടായിരിക്കണം. നമ്മൾ കറങ്ങിയത് ഇവിടെ വന്നു. ഇവിടെ അവരുടെ കിച്ചൺ ഏരിയ ആണ്. ലെറ്റ് ഷോ യു ദാറ്റ്. ഇവരോട് ചോദിച്ചിട്ടുണ്ട് ഒരു പിങ്ക് സ്റ്റോൺ വർക്ക് നമുക്കിവിടെ കാണാൻ പറ്റുമോ എന്നൊക്കെ. അതുപോലെ തന്നെ ആഭ്യന്തര യുദ്ധകാലത്ത് ഈ വലിയ അടുപ്പുകൾ അവരുടെ ലോഹപ്പണിക്കായിട്ടൊക്കെ യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആയുധങ്ങൾ നന്നാക്കാനും. അതുപോലെ തന്നെ ലെഡ് ഷോട്ട് പുനർനിർമ്മിക്കുന്ന ഒരു മസ്കറ്റ് മോൾഡും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് കിച്ചൺ എന്നായിരുന്നു ഇത് അറിയപ്പെടുന്നത്. കുറേയധികം ബേക്കിംഗ് അടുപ്പുകളും അതുപോലെ തന്നെ കുറേയധികം നമ്മുടെ കിച്ചണിൽ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രേറ്റ് കിച്ചൺ ആയിരുന്നു. ഇന്നിവിടെ ഒരൊറ്റ അടുപ്പ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതവർ മോഡിഫൈ ചെയ്ത് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. കെയർഫുൾ. ഒരു ടെൻ്റൊക്കെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിവിടെ പിള്ളേർക്ക് അങ്ങനെയുള്ളതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഹെർബൽ ചെടികൾ ഒത്തിരി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് റോസ്മേരി ഒക്കെയാണ്. കുറേയധികം അവരിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് കാസിലിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. 1322 തോമസ് ഓഫ് ലങ്കാസ്റ്ററിനെ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ എഡ്വേർഡ് സെക്കൻഡ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായിരുന്നു. ഇവിടെ രാജ്യദ്രോഹ കുറ്റത്തിനായിട്ട് അദ്ദേഹത്തെ സ്വന്തം കോട്ടയുടെ മതിലിന് പുറത്ത് വെച്ച് കഴുത്തറുത്ത് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കുറച്ചു നാളുകൾക്ക് ശേഷം ഇവിടുത്തെ ആളുകൾ തോമസിനെ ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അദ്ദേഹം വധിക്കപ്പെട്ട സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിലുമൊക്കെ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അന്ധനായ ഒരാൾക്ക് കാഴ്ച ലഭിച്ചുവെന്നും അതുപോലെ തന്നെ മരിച്ചു 3 ദിവസമായ ഒരു കൊച്ചിന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതാണ് സെന്റ് ക്ലെമന്റ് ചാപ്പൽ. യഥാർത്ഥത്തിൽ ഒരു ഇടവക പള്ളിയായിരുന്നു ഇത്. നോർമൻ അധിനിവേശ കാലത്ത്, അതായത് 1080 ഇൽബർട്ട് ഡി ലാസി എന്ന് പറയുന്ന ആളിത് സ്വന്തമാക്കുകയും ഇത് സെയിൻറ്റ് ക്ലെമൻറ്റിന് വേണ്ടി അയാൾ ഡെഡിക്കേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇത് സെയിൻറ്റ് ക്ലെമന്റ് ചാപ്പൽ എന്നറിയപ്പെട്ടത്. ഇതൊരു മാപ്പ് പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീഫ്ലെറ്റ് നമുക്ക് തരും. അപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് എലിസബത്ത് ചാപ്പൽ എന്ന് പറയുന്നത്. ഇതാണ് കോൺസ്റ്റബിൾ ടവർ. ഇങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്. കോൺസ്റ്റബിൾ ടവർ എന്ന് പറയുന്നത് ഈ കോട്ടയുടെ മേൽനോട്ടം നോക്കുന്ന ഉദ്യോഗസ്ഥരെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടവർ ഉണ്ടാക്കിയിട്ടുള്ളത്. എൻട്രൻസിലൂടെ വരുന്നവരെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെയായിരുന്നു കോൺസ്റ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു വിക്ടോറിയൻ വാട്ടർ ഫിൽറ്ററും അതുപോലെ തന്നെ ഒരു റോമൻ കഫിനൊക്കെയാണ് ഇവിടെ ഒരു ചെറുതായിട്ടൊരു ഡിസ്പ്ലേ ചെയ്ത്. ഫൈൻഡ് യുവർ സിവിൽ വാർ സോൾജർ നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മന്തും അതുപോലെ തന്നെ നെയിമിൻ്റെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതും വെച്ചിട്ട് നമുക്ക് ആരാന്ന് കണ്ടുപിടിക്കാമായിരുന്നു. Do it. From here. ഇതൊരു ഹെർബ് ഗാർഡൻ ആണ്. പണ്ട് കാലത്തും ഈ കോട്ടയ്ക്കുള്ളിൽ ഹെർബ് ഗാർഡൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരിപ്പോഴും അത് പ്രിസർവ് ചെയ്ത് വരുന്നുണ്ട്. പണ്ട് കാലത്ത് അവരിത് യൂസ് ചെയ്തിരുന്നത് കുറേയധികം മരുന്നുകൾ തയ്യാറാക്കാനും അതുപോലെ തന്നെ പാചകത്തിനൊക്കെ ആയിട്ട് ഇവരിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെടി മങ്ക്വേർട്ട് എന്നാണ് പറയുന്നത്. അത് ഞാൻ ഈ കൊറിയൻ ഡ്രാമാസിലും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഡിഷിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ലിക്വറൈസ് ഇവിടെ വളരുന്നുണ്ട്. ഇവർ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് കുറേയധികം പ്രോഡക്ട്സുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇവരുടേതായ ഒരു ചെറിയൊരു ഷോപ്പും ഇവിടെ ഉണ്ട്. അവിടെ നമുക്കിതെല്ലാം വാങ്ങിക്കാൻ കിട്ടും, ഇതിൻ്റെ പ്രോഡക്ട്സുകൾ. ഓരോ ചെടിയുടെ താഴെയും അതിൻ്റെ പേരും അതിൻ്റെ ശാസ്ത്രനാമമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഹിസോപ്പ് ചെടി. നമ്മൾ ബൈബിളിലൊക്കെ കണ്ടിട്ടുണ്ട് ഹിസോപ്പ് ചെടീനെ കുറിച്ച് പരാമർശിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചെടി കാണുന്നത് തന്നെ. നമ്മൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ടോയ്ലറ്റ്സും അതുപോലെ തന്നെ ഷോപ്പ്, ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉള്ളത്. ഇവിടുന്ന് നേരെ നടന്ന കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കാസിലൊക്കെ കണ്ട് തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടത്. ശരിക്കും ഒരു റോയൽ ഡ്രസ്സിങ്ങിൽ ഒരാൾ പോകുന്നത്. അങ്ങനെ പോണ്ടിഫാക്റ്റ് കാസിലൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പോകുന്ന വഴികളാണെങ്കിലും ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഈ കാസിൽ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, റൂയിൻ പ്ലേസ് മാത്രമല്ല, കുറേ അധികം ഹിസ്റ്ററിയും കുറേ ഡാർക്ക് സീക്രട്ടൊക്കെ ഉള്ളൊരു സ്ഥലം. ഇതായിരുന്നു പണ്ടത്തെ ആ കാസിൽ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ഒരു കാസിലായിരുന്നു. ഇന്നത് തകർക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും ആളുകൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പോഴും അത് പ്രിസർവ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇതുപോലെ ഇംഗ്ലണ്ടിൽ കുറേയധികം ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളുണ്ട്, അത് നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇത് മസ്റ്റാർഡ് ഫീൽഡ്സ് ആണ്. UK ഇപ്പോൾ സ്പ്രിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും പൂക്കളാണ്.
അപ്പോൾ വീഡിയോ എൻജോയ് ചെയ്തെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.